ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈക്ക് പുറമെ ഹൈദരാബാദിലേക്കും പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്തത് ഹൈദരാബാദ് സ്വദേശി നാഗേഷിന്റെ സഹായത്തോടെ എന്നാണ് നിഗമനം. അതേസമയം സ്വർണ്ണ മോഷണത്തിനിടയാക്കിയ ഗുരുതര വീഴ്ചയിൽ ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദുകാരൻ നാഗേഷിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. സ്വർണം അടിച്ചുമാറ്റിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് എന്ന നിർണായക വിവരമാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പപാളികൾ ഇയാൾ കൈക്കലാക്കുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്ന് സംശയിക്കുന്നു. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ്. സ്വർണം പൂശാനായി ചെന്നൈയിലെത്തിച്ചതും നാഗേഷാണ്. ഇതിനിടയിലാണ് ശില്പപാളികളുടെ ഭാരത്തിൽ 4.5 കിലോയുടെ വ്യത്യാസമുണ്ടായത്. അതിനാൽ യഥാർത്ഥ പാളി മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ചെന്നൈയിലെത്തിച്ചതെന്നും കരുതുന്നു. ഇതോടെയാണ് നാഗേഷിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയത്. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതോടെയാണ് ദേവസ്വം സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം. ദ്വാരപാലക ശില്പം തിരികെ കൊണ്ടുവന്നപ്പോൾ ഗോൾഡ് സ്മിത്ത് പരിശോധനയ്ക്ക് എത്തിയില്ലെന്നും തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഗോൾഡ് സ്മിത്തിനെ വിലക്കിയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും അന്വേഷണമുണ്ടാകും. ഗോൾഡ് സ്മിത്തിനെ മനഃപൂർവ്വം ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിയത് തട്ടിപ്പിന് വേണ്ടിയെന്നും വിജിലൻസ് കണ്ടെത്തലുണ്ട്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയെടുത്ത് സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.